ദ്രോഹിച്ച ഒരാൾ മരിച്ചു, ആ ആത്മാവ് നമ്മളെ ശല്യപ്പെടുത്താൻ വരും, അങ്ങനെ ഒരു സങ്കല്പം. ഞാൻ ചോദിക്കട്ടെ, ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ടെലപ്പതി എന്ന് പറഞ്ഞൊരു സംഗതിയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ മരിച്ചു കഴിയുമ്പോഴും ഈ ടെലപ്പതി, ഒരാള് മരിക്കുന്നു, ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തെത്തുന്നു, അവിടെ നിന്ന് ഒന്നുകിൽ എപ്പോൾ കോൺഷ്യസ് മൈൻഡ് വീക്ക് ആകുന്നു അപ്പോൾ നമ്മുടെ അബോധ മനസ്സ് ശക്തമാകും. നമ്മൾ ഉറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് സ്വപ്നം കാണുന്നത്? ഈ ആത്മാക്കൾ മരിച്ചു, ഇപ്പൊ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു, ആ ആത്മാവ് നമ്മളെ കാണാൻ വരിക, അല്ലെങ്കിൽ നമ്മൾ ദ്രോഹിച്ച ഒരാൾ മരിച്ചു, ആ ആത്മാവ് നമ്മളെ ശല്യപ്പെടുത്താൻ വരിക, അങ്ങനെ ഒരു സങ്കല്പം. ഞാൻ ചോദിക്കട്ടെ, ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവെന്ന് പറഞ്ഞാല് ശരീരമില്ലാത്തത്. അതെ, ശരീരമില്ലാത്തത് എന്താണ്? അശരീരിയാണ്. അശരീരിക്ക് എവിടെയും ആകാം അല്ലേ? ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണ്. അശരീരിക്ക് എവിടെയും ആകാൻ പറ്റും, ശരീരമില്ലാത്തതുണ്ട്. ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം സർവ്വവ്യാപിയാണെന്ന് പറയും, അശരീരിയാണ്. അപ്പം ദൈവത്തിന് എവിടെയും ഉണ്ടായിരിക്കാൻ പറ്റും. അപ്പോൾ അശരീരി ആയിട്ടുള്ള ഒരാൾക്ക് ഈ വിരൽ തുമ്പിൽ എത്ര ആത്മാവിനും വരാം. കാരണം സ്പേസ് ആവശ്യമില്ല, ശരീരമില്ലാത്തതുകൊണ്ട്. ടൈം ആൻഡ് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എവിടെ വേണേലും വരാം, എല്ലാവർക്കും വരാം. ഇപ്പോൾ നമ്മൾ ആത്മാവ് ദൈവത്തിൽ വിലയം കൊള്ളുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം എന്ന് പറയുന്നത് ശരീരമില്ലാത്ത ഒരവസ്ഥയാണ്. ദൈവം ശരീരമില്ലാത്ത ശക്തിയാണ്. അപ്പോൾ ആ ശക്തിയിൽ വിലയം കൊള്ളുമ്പോൾ ദൈവം എവിടെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഇവർക്കും വരാം. ദൈവത്തിൽ വിലയം കൊണ്ടവന് ദൈവം ഉള്ളിടത്തെല്ലാം ഉണ്ടാകാമല്ലോ. ഞാനിതിൻ്റെ ഫിലോസോഫിക്കലായിട്ടുള്ള തിയോളജിക്കലായിട്ടുള്ള കാര്യമല്ല പറയുന്നത്. അപ്പോൾ ഫിലോസോഫിക്കലായിട്ട് പോലും ഇങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പലപ്പോഴും ധരിക്കുന്നത് ഫിസിക്കലായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു എന്നാണ്. ഫിസിക്കലായിട്ട് അവർക്ക് ശരീരമില്ലല്ലോ. നമ്മുടെ ശരീരത്തിൽ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആത്മാവാണ്. ആത്മാവ് ആ ശരീരിയാണ്, ശരീരമില്ലാത്തതാണ്. അപ്പോൾ ശാരീരികമായിട്ട് നമ്മൾ കാണുന്നെന്ന് പറയുന്നത് നമ്മുടെ ഭാവനയാണ്. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോൾ ഏതൊക്കെ മാർഗത്തിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയും? അത് നമ്മളെ ആശ്രയിച്ചിരിക്കുന്നില്ല ഒട്ടും. നമ്മെ ഒട്ടും ആശ്രയിച്ചിരിക്കുന്നില്ല. നമ്മളുടെ ഈ പറഞ്ഞ പ്ലസേബോ ഇഫക്റ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നമുക്ക് തീവ്രമായിട്ട് ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ടെലിപ്പതി ഉണ്ടാകാം. എന്തുകൊണ്ടാണ്? അമ്മയുമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ബന്ധവും സ്നേഹവും ഉള്ളതുകൊണ്ട് അമ്മ മരിക്കുന്നത് അമേരിക്കയിലിരിക്കുന്ന മകൻ അറിയുന്നു. എനിക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്. എൻ്റെ അമ്മയുടെ അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടോ ഉണ്ടാകുന്ന ദിവസം എന്നെ എപ്പോഴും വിളിക്കുന്ന ആളല്ല അമ്മച്ചി. അമ്മച്ചി എന്നെ ആ ദിവസം വിളിച്ചിട്ട് സുഖമാണോ, കഴിച്ചോ, പള്ളി പോയോ എന്നൊക്കെ ചോദിക്കും അമ്മച്ചി. അപ്പൊ ടെലപ്പതി എന്ന് പറഞ്ഞൊരു സംഗതിയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ മരിച്ചു കഴിയുമ്പോഴും ഈ ടെലപ്പതിക് ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. അപ്പോൾ കാരണം ശരീരമില്ലാത്തവർക്ക് ദേ ഹാവ് നമ്മൾ വിചാരിക്കുന്ന യൂണിവേഴ്സ് എന്ന് പറയുന്നതോ അവർക്ക് മാറ്ററല്ല, അവർക്കൊരു പ്രശ്നമല്ല. ബിക്കോസ് അശരീരി ആയതുകൊണ്ട് ദൈവം അപ്പോൾ ഈ പറയുന്ന ഗാലാക്സി മുഴുവൻ ദൈവമുണ്ടോ? എല്ലായിടത്തും ഉണ്ട്. ശരീരമില്ലാത്ത ദൈവം എവിടെയുണ്ട്? ദൈവം എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ തൊട്ടടുത്തുണ്ട്, നമ്മുടെ അകലെയുണ്ട്. ദൈവത്തിനോട് പറയാനായിട്ട് അതുകൊണ്ട് വിളിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ പാട്ട് പാടിയും ബഹളം വെച്ചും ആരാധിക്കുന്ന എല്ലാം നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ഫാദർ ഇച്ചിരി റാഷണലായിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കേൾക്കാതെ. അപ്പോൾ സർവ്വജനങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, മാലാഖമാരെ കർത്താവിനെ സ്തുതിക്കുവിൻ, സർവ്വചരാചരങ്ങളെ ദൈവത്തെ സ്തുതിക്കുവിൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇത് കേൾക്കുമ്പോൾ പുള്ളി പറയും, നമ്മളെത്ര കിടന്ന് സ്തുതിക്കുന്നു പറഞ്ഞാലും ദൈവത്തിന് എന്താ ഗുണം? ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. സ്തുതിക്കപ്പെട്ടതാണ്. ആബ്സല്യൂട്ട് ഗുഡ്നെസ് ആണ് ദൈവം. ദൈവത്തിനോട് നമുക്കൊന്നും ആഡ് ചെയ്യാനൊക്കത്തില്ല. ദൈവത്തിന് കുറച്ച് കൂടുതൽ സന്തോഷം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം ബിക്കോസ് ഹി ഈസ് ഹാപ്പിനെസ് ഇറ്റ് സെൽഫ്. അപ്പം ദൈവത്തിലൊരു കുറവൊന്നുമില്ല. ദൈവത്തിനെ നമ്മൾ ആരാധിക്കേണ്ട, ദൈവത്തിന് പ്രീതി ഉണ്ടായി. ഇതൊക്കെയെല്ലാം നമ്മുടെ ആന്ത്രപ്പോമോർഫിക് ചിന്താഗതിയാണ്.
നമ്മുടെ മാനുഷികമായിട്ടുള്ള ചിന്താഗതി കൊണ്ടാണ്, ദൈവത്തെ നമ്മളൊരു സൂപ്പർ മനുഷ്യനായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ ചെയ്യുന്നത്. വാസ്തവത്തിൽ സാമാന്യ രീതിയിലുള്ള വലിയ ബുദ്ധിയില്ലാത്തവർക്ക്, വലിയ അധികം ചിന്തിക്കാത്തവർക്ക് ഇതൊക്കെ ആവശ്യമാണ്. കാരണം ഈ പറഞ്ഞ ഹൈ ഫിലോസഫി, ഹൈ തിങ്കിങ് ഒന്നും സാമാന്യ ജനങ്ങൾക്കുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു തരത്തിൽ അല്പം റിലീജിയസ് ആയിട്ടും സോഷ്യലായിട്ടും സാമൂഹ്യ ജീവിയായിട്ടൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ. അതെ. അപ്പോൾ ഈ ആത്മാക്കൾ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച്, ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ മതപഠന ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നത്, ഒരാൾ മരിക്കുന്നു, ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തെത്തുന്നു, അവിടെ നിന്ന് ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ കുറച്ച് പൊള്ളിച്ചിട്ട് ചുട്ട് സ്വർഗത്തിലോട്ട് വിടുന്നു, സ്വർഗത്തിലോട്ടോ അല്ലെങ്കിൽ നരകത്തിലോട്ടോ പോകുന്നു. ഓക്കെ, ഇത് അല്പം കോൺട്രവേഴ്ഷ്യലായിരിക്കാം ഞാൻ ഈ പറയുന്നത്. പക്ഷേ എൻ്റെ വിചാരത്തിൽ നമ്മൾ എപ്പോൾ മരിക്കുന്നുവോ അപ്പോൾ നമ്മളുടെ വിധിയും കഴിയുന്നു. കാരണം നമ്മളൊരു പരീക്ഷ ചെയ്യുകയാണെങ്കിൽ, പരീക്ഷ ചെയ്ത് നമ്മൾ കടലാസിലെല്ലാം എഴുതി വിട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതിനകത്തുള്ളതാണ് പിന്നെ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ കടലാസ് തീർത്തതുപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മളെപ്പോൾ മരിക്കുന്നു അപ്പം കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് തീർന്നു. അപ്പോൾ കൂട്ടി നോക്കിയിട്ട് എത്ര മാർക്കിടാവുന്നുള്ളത് തീരാം. അതുപോലെയാണ് നമ്മുടെ ജീവിതം മരിക്കുമ്പോൾ തീരുകയാണ്. മരിക്കുമ്പോൾ തന്നെ വിധി പ്രസ്താവിക്കപ്പെട്ട് കഴിയും. അപ്പോൾ അതിനെന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ സമയമില്ല. പിന്നെ ദർ ഇസ് നോ ക്വസ്റ്റൻ ഓഫ് ടൈം, ഇറ്റ് ഈസ് ഓൺലി ഇറ്റേണിറ്റി. അതുകൊണ്ട് ഇതൊക്കെ കുറേയേറെ അലിഗേരി ഡാൻറ്റയുടെ ഇൻഫെർണോ എന്നുള്ള നോവലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്നിങ്ങനെ 3 സ്ഥലങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ്. ഡാൻറ്റയാണ് അതിൻ്റെ ഭാവന ശില്പി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ നരകത്തെ, ഇപ്പോൾ വിശ്വാസികളാണെങ്കിൽ നരകത്തിലേക്ക് പോകും എന്ന് പേടിച്ച് കുറെ ക്രൈംസ് ചെയ്യാതെയും തെറ്റുകൾ ചെയ്യാതെയും ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനെന്ന വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും, ഇപ്പോൾ സഭ അനുശാസിക്കുന്ന എന്ത് തെറ്റ് ചെയ്താലും ഞാൻ സ്വർഗത്തിൽ തന്നെ അവസാനം പോകും, അല്ലെങ്കിൽ അതിൽ ലൈക്ക് ജോയിൻ ഇറ്റേണിറ്റി എന്ന് പറയുകയാണെങ്കിൽ അതിൽ കാര്യമില്ലല്ലോ. സാമൂഹ്യ മനുഷ്യരെന്ന് പറയുന്ന എല്ലാവരും വ്യത്യസ്തരാണ്. നമ്മൾ തനിച്ചെന്നുള്ള ജീവിക്കാം, ഒരാൾക്ക് വേണേൽ കാട്ടിൽ ജീവിക്കാം. പക്ഷെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറേയെല്ലാം ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാകണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് ഓരോ മതത്തിലുമുള്ളത്. വാസ്തവത്തിൽ മതം ഉണ്ടാകുന്നത് മനുഷ്യനെ നല്ല സമൂഹ ജീവിയാക്കാൻ വേണ്ടിയിട്ടാണ്. അവരവരെ തന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, നല്ലവരാകാൻ വേണ്ടിയിട്ടാണ്, തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും നമ്മളിപ്പോൾ റോഡിലൂടെ നമ്മൾ വണ്ടി പോകുന്നു, ഒരു കുഴിയുണ്ടെന്ന് വിചാരിക്കാം, വണ്ടി കുഴിയിൽ വീണു. വണ്ടിയുടെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമല്ല, പക്ഷേ കുഴിയുള്ളതുകൊണ്ട് വീണു. അപ്പോൾ ഇതുപോലെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഓർ ടെമ്പറൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വീണു പോകുന്നതാകാം മനുഷ്യർ. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ആ തെറ്റ് ചെയ്തു എന്നത് ആരും അപഗ്രഥിക്കാറില്ല. ഞാൻ ചെയ്യുന്ന ഒരു നന്മ വേറൊരാൾക്ക് തെറ്റാണെന്ന് തോന്നാം. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ആളുകൾ വന്ന ഉടനെ ഹഗ് ചെയ്യും. ഇവിടെ ഹഗ് ചെയ്ത ഉടനെ പരമപാവമായി. അവർ വളരെ സ്നേഹപൂർവ്വം നൽകുന്നതാണ് ഹഗ്ഗിങ്, വളരെ നോർമലായിട്ട്. ഇത്തവണ മാർപ്പാപ്പ സ്പെയിനിൽ പോയപ്പോൾ അവിടെ ജയിലിലുണ്ടായിരുന്നവരുമായിട്ട് സംവാദം നടത്തി. അപ്പോൾ ജയിലിലുള്ളവർക്ക് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീ വന്ന് വളരെ ടച്ചിങ് ആയിട്ടുള്ള അവരുടെ അനുഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കണ്ണുനീരായിരുന്നു. അവരെ മാർപ്പാപ്പ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് മാർപ്പാപ്പയുടെ അടുത്തുനിന്ന് മാർപ്പാപ്പ അവരെ കെട്ടിപ്പിടിച്ചു. നമ്മുടെ ഇവിടെയാണ് അച്ഛൻ കെട്ടിപ്പിടിച്ച ഉടനെ തന്നെ പാവമായി, ഇല്ലേ? അത് ഞാൻ പറയുന്നത് ഓരോ സംസ്കാരത്തിലെ ഓരോ മനുഷ്യർ ധരിച്ചു വെച്ചിരിക്കുന്ന രീതി കൊണ്ടാണ് ഒന്ന് തെറ്റും മറ്റൊന്ന് ഓക്കെയും ആകുന്നത്. അപ്പോൾ തെറ്റുകൾ തന്നെയും ശരിക്ക് അനലൈസ് ചെയ്യപ്പെടണം. ദൈവത്തിനാകുമ്പോൾ ഹി സീസ് എവറിത്തിങ്. അപ്പം ദൈവത്തിന് കറക്റ്റായിട്ട് വിധിക്കാൻ പറ്റും. അതുകൊണ്ട് വിധി എപ്പോഴും
അനുകൂലമായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഓരോരുത്തർ തെറ്റ് ചെയ്യുന്നത് അവരുടെ തന്നെ അപ്ബ്രിങ്ങിങ് മാത്രമല്ല, അവരുടെ തന്നെ ജനറ്റിക് ആൻഡ് സൈക്കോളജിക്കലായിട്ടുള്ള അൻസെസ്ട്രി ഡിപ്പോസിറ്റ് കൊണ്ട് കൂടിയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് ചിലർക്ക് ചിലത് ചെയ്യാനായിട്ടുള്ള എളുപ്പമുണ്ടാകും. കാരണം വളർന്നു വരുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ തന്നെ സൈക്കോളജിയിൽ കാൾ ഗുസ്റ്റാഫ് യുങ്ങിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട്, സൈക്കോ അനാലിസിസ്. അദ്ദേഹം പോസ്റ്റുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഗതി കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നൊരു സംഗതിയുണ്ട്. നമുക്ക് കോൺഷ്യസ് ഉണ്ട്, കോൺഷ്യസ് മൈൻഡുണ്ട്, പേഴ്സണൽ അൺകോൺഷ്യസ് ഉണ്ട്, കളക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ട്. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് മനുഷ്യവർഗം മുഴുവൻ്റെയും ആത്മീയ അനുഭവങ്ങളുടെ ശേഖരമാണ്. അപ്പോൾ പിതാമഹന്മാർ തൊട്ടുള്ള അനുഭവങ്ങളുടെ ശേഖരം എപ്പോഴെല്ലാമാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നത് നമുക്കറിഞ്ഞുകൂടാ. എപ്പോൾ കോൺഷ്യസ് മൈൻഡ് വീക്കാകുന്നു അപ്പോൾ നമ്മുടെ അബോധ മനസ്സ് ശക്തമാകും. നമ്മൾ ഉറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് സ്വപ്നം കാണുന്നത്? നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ നമ്മൾ പ്ലെയിനെ പോകുന്നതായിട്ട് കാണുന്നു, പ്ലെയിനിൽ നിന്ന് വീഴുന്നതായിട്ട് കാണുന്നു, സെലിബ്രിറ്റീസ് അടുത്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നു, മമ്മൂട്ടി വന്ന് സംസാരിക്കുന്ന കാണുന്നു, മോഹൻലാൽ വന്നിരിക്കുന്നു സംസാരിക്കുന്നത് കാണുന്നു, അല്ലെങ്കിൽ മെസ്സി വരുന്നതായിട്ട് കാണുന്നു, റൊണാൾഡോ വരുന്നതായിട്ട് കാണുന്നു. സ്വപ്നമാണ്. സ്വപ്നം ഉണ്ടാകുന്നത് കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സ് ഉറങ്ങുമ്പോഴാണ്. നമ്മൾ ഉറങ്ങുന്നത് തന്നെ ബോധ മനസ്സ് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഈ അബോധ മനസ്സിൽ നിന്ന് എപ്പോഴാണ് പുറത്ത് ഓരോ കാര്യങ്ങൾ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് അബോധ മനസ്സിൻ്റെ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ട് എങ്ങനെയാണ് മനുഷ്യൻ ബിഹേവ് ചെയ്യുക എന്നുള്ളത്. ഓരോരുത്തരും വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നത് തന്നെ അതുകൊണ്ടുകൂടിയായിരിക്കാം.